എന്റെ തൈണീറ്റ് എവിടെ പോയി തപ്പണ? നിങ്ങൾ എന്തുവാ ഈ തപ്പുന്നേ? എടി, ആ ആധാർ കാർഡ് കാണാം, നമുക്ക് പാസ്പോർട്ട് പുതുക്കണ്ടേ? ഞാനിത് വീട്ടിൽ തപ്പാനൊരു സ്ഥലം ബാക്കിയില്ല. അല്ലേലും നിങ്ങളൊരു സാധനം വെച്ചെടുത്ത് കാണില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഒരു ഫയലാക്കി വെക്കാൻ. എന്നിട്ട് എൻ്റെ കൈ തരണം, ഞാൻ സൂക്ഷിച്ചോളാം. നീ ഒരു വലിയ സൂക്ഷിപ്പുകാരി. നീ ആണല്ലോ ഇവിടെ എല്ലാം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് എവിടെ പോയി തപ്പും? ഒരു അത്യാവശ്യത്തിൽ നോക്കിയാൽ അത് കാണത്തുമില്ല. അല്ലേലും ഈ മനുഷ്യന് എന്നെ ഒരു വിലയില്ല, തന്നെ തപ്പിക്കും. ഹലോ മൈ ഡിയർ കടുകുമ്മണീസ്, ഞാൻ നിങ്ങളുടെ പേര് വന്നിരിക്കുന്നത് എങ്ങനെ വണ്ണം കുറയ്ക്കാം, ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാം എന്ന ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പൊന്നമ്മച്ചി നല്ല ചട്ടിയിലിട്ട നല്ല മീൻകറിയും പൊരിച്ച മീനും ചോറും ഒക്കെ കഴിച്ചാണ് ഞാനിരിക്കുന്നത്. സോ നമുക്കിന്ന് വലിയ ക്രഞ്ചസ് ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആംസിലെ വണ്ണം എങ്ങനെ കുറയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ കഴിച്ചത് മൊത്തം വെളി വരും. എടി മോളിക്കുട്ടിയേ, നീ ആ ഫോണിൽ എന്നാ കുത്തിക്കൊണ്ടിരിക്കുവാ? എൻ്റെ പൊന്നമ്മച്ചി, ഞാനിവിടെ ഒരു റീൽസ് എടുക്കുക. അതെന്നാ കുന്തവാടി? അതൊക്കെ ഉണ്ട് അമ്മച്ചി, ഈ ആഴ്ചത്തെ ട്രെൻഡിങ് വീഡിയോ യൂട്യൂബിൽ എൻ്റെയാ. ആ ഫോണും തോണ്ടി ഇരുന്നാ മതിയോടി. ഇവിടെ കുടുംബ പ്രാർത്ഥന നടത്തിയിട്ട് നാളുകളായി. ഈ വർഷം അവസാനിക്കാൻ പോവുക. ഇന്നെങ്കിലും ഇവിടെ കുടുംബ പ്രാർത്ഥന നടത്തണം. ആ പിള്ളാരെ കൂടെ ഞാനൊന്ന് വിളിക്കട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളെ, ഒന്നിങ്ങോട്ട് വന്നേ. അതെങ്ങനെയാ, വിളിച്ചാ വല്ലതും വിളി കേൾക്കുവോ? മൊബൈലിൽ വല്ലതും കുത്തിക്കൊണ്ടിരിക്കുമായിരിക്കും. അമ്മയും കൊള്ളാം, മക്കളും കൊള്ളാം, എപ്പോഴും മൊബൈലിലാ. എടിയേ, ഒന്ന് വന്നേ ഇങ്ങോട്ട്. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം, കണ്ണാടി എടുത്ത് കൊടുക്കാനായിരിക്കും. അതാ അമ്മച്ചിയുടെ തലയിൽ തന്നെ കാണുമ്പോ തപ്പി കൊടുക്കാൻ വാ. എടി പിള്ളാരെ, എത്ര നേരം കൊണ്ട് വിളിക്കുവോ? എവിടെ പോയി കിടക്കുമായിരുന്നു? എൻ്റെ അമ്മച്ചി, നാളെ സൺഡേ സ്കൂളുണ്ട്. ഞങ്ങൾക്ക് ശിംഷോൻ മങ്കിയുടെ വാല് കൂട്ടി കെട്ടിയത് വരച്ചോണ്ട് ചെല്ലാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. മങ്കിയോ? ഞങ്ങളുടെ കാലത്ത് ശിംഷോൻ കുറുക്കനെയായിരുന്നു കൂട്ടിക്കെട്ടിയത്. ഇപ്പോൾ അത് മങ്കിയായോ? ഏതവളാടാ നിന്നെയൊക്കെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നേ? ഞാൻ അവളെ ഒന്ന് കാണുന്നുണ്ട്. എൻ്റെ അമ്മച്ചി ആ ടീച്ചറൊന്നും പഠിപ്പിക്കണമെന്ന് അറിയത്തില്ല. അന്നെങ്ങാണ്ട് എന്നോട് ചോദിച്ചു എരിഹോമതിൽ ആരാണ് ഇടിച്ചതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാനല്ലെന്ന്. കൊള്ളാം, നീ ഇതല്ല ഇതിനപ്പുറവും പറയും. അപ്പനെ കണ്ടല്ലേ പഠിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. എൻ്റെ മോൻ എപ്പോഴാ വരുന്നേ? എനിക്കൊന്നും അറിയത്തില്ല അമ്മച്ചി, അങ്ങേരെ സമയമാകുമ്പോൾ വന്നോളും. ആ സമയത്തിന് ഇങ്ങ് വന്നാ മതിയായിരുന്നു. ആ ജോജിയുടെയും ലിനുവിൻ്റെയും കൂടെ ഒക്കെ അല്ലേ പോയേക്കുന്നത്. ഒരുത്തൻ്റെ മൊട്ടത്തലയും ഒരുത്തൻ്റെ ഊശാന്താടിയും. ആ കാണുമ്പോഴേ എനിക്ക് അങ്ങോട്ട് പെരുത്ത് കയറും. ആ എന്തേലുമൊക്കെ ആവട്ടെ, വാ നമുക്ക് പ്രാർത്ഥിക്കാം. എടി മോളിക്കുട്ടിയെ, നീ ഒരു പാട്ടങ്ങോട്ട് പാടിക്കേ. ഓക്കെ അമ്മച്ചി. ഇന്നു പകൽ മുഴുവൻ കരുണയോടെ സൂക്ഷിച്ചവനെ, നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഈ സന്ധ്യാസമയത്ത് കർത്താവേ, ഞങ്ങളെ ഇവിടെ കൂട്ടിവരുത്തിയതിനായി നിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എടി മോളിക്കുട്ടിയെ, ആ കോഴിക്കോട് അടച്ചായിരുന്നോടി? എൻ്റെ അമ്മച്ചി കോഴിക്കോടൊക്കെ അടച്ചമ്മച്ചി. ആരാ പോയത് കോഴിക്കോട്? ഓ, കോഴിക്കോടൊന്നും അല്ല എൻ്റെ മനുഷ്യ. ഉണ്ടാതിരുന്ന് പ്രാർത്ഥിയിര്. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം എൻ്റെ അപ്പാ. എൻ്റെ ദൈവമേ, ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ വർഷം മുഴുവൻ കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം കർത്താവേ. എടിയേ, ആ പശുവിന് തീറ്റി കൊടുത്തായിരുന്നോടി? എനിക്കറിയത്തില്ല അമ്മച്ചി, അപ്പച്ചൻ കൊടുത്തൊക്കെ കാണും. നീ 4 മണിക്ക് ചായ കുടിച്ചായിരുന്നോ? കുടിച്ചായിരുന്നു. നിന്റെ കാര്യമൊക്കെ സമയത്തിന് നടക്കുന്നുണ്ട്. ആ മിണ്ടാപ്രാണിയെ പറ്റി ഒരു വിചാരവും ഇല്ല നിനക്ക്. എടി, പ്രാർത്ഥിക്കുന്നെങ്കിൽ ഏകാഗ്രത കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കേ, അല്ലെ കർത്താവ് കേൾക്കത്തൊന്നുമില്ല. ദൈവമേ, എൻ്റെ മോന് വേണ്ടി ഞാൻ
പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പച്ച. അവന് നല്ല ബുദ്ധി കൊടുക്കണമേ കർത്താവേ. അവൻ്റെ കൂട്ടുകാരുടെ മണ്ടയിൽ സന്ദർശനമയക്കണേ. എടി മണ്ടേ മാത്രം ആക്കണ്ട, മണ്ടേ ട്യൂസ്ഡേ വെനസ്ഡേ എല്ലാ ദിവസവും ആയിക്കോട്ടെ. എൻ്റെ മോനിൽ പ്രവർത്തിക്കുന്ന പിശാച് വിട്ടുപോട്ടെ, വിട്ടുപോട്ടെ, വിട്ടുപോട്ടെ. എന്നെ അമ്മച്ചി, എന്നെ വർത്തമാനം അമ്മച്ചി പറയുന്നത്? ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കത്തില്ല, ഞാൻ പോവുക. അയ്യോടാ മോനെ, നിന്നെ അല്ലടാ പറഞ്ഞേ, നിന്നിൽ പ്രവർത്തിക്കുന്ന ആ പിശാചിനെയാടാ അമ്മ പറഞ്ഞേ. അമ്മച്ചി ഇപ്പൊ എന്നെ നോക്കിയല്ലേ പറഞ്ഞത്? ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കത്തില്ല, ഞാൻ പോവുക. ആ മോനെ ഇവിടെ ഇരിക്കേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മച്ചിയുടെ കൂടെ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കാം, നീ വിഷമിക്കാതെ. ഓ, ആ പ്രാർത്ഥിക്കാനുള്ള എന്തോന്നങ്ങ് പോയി. ഓ, ആ നീ വിഷമിക്കാതെ, അതല്ല നീ പ്രാർത്ഥിച്ചങ്ങ് നിർത്ത്. കൊച്ചു വിഷമിച്ചിരിക്കുന്ന കണ്ടില്ലേ, പ്രാർത്ഥിച്ചങ്ങ് നിർത്തടി. ആ ശരി ശരി, എന്നാ പ്രാർത്ഥിച്ചങ്ങ് നിർത്താം. ഐശ്വര്യ സ്തോത്രം സ്തോത്രം. ലോകത്തിലുള്ള എല്ലാവരെയും കാത്തോണേ, ഇന്ത്യയിലുള്ള എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെല്ലാം കാത്തു പരിപാലിക്കണമേ. കാത്തതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എടി പിള്ളാരെ, സൺഡേ സ്കൂൾ വാക്യം പഠിച്ചോ നാളത്തേക്ക്? ആ അമ്മച്ചി പഠിച്ചു. എന്നാ പറഞ്ഞേ, ഞാനൊന്ന് കേക്കട്ടെ. പർവ്വതങ്ങൾ ആടിപ്പോകും, കുന്നുകൾ ചാടിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് ആടുകയില്ല. എന്തോ 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 ഈ പറയുന്നേ? ബൈബിളിലെ തന്നെയാണോ ഈ പറയുന്നേ? അതെ അമ്മച്ചി, ഞങ്ങളെ എങ്ങനെയാ പഠിപ്പിച്ചേ? അല്ലെ ഞാൻ ഇപ്പൊ വേറെ വാക്യം പറയാം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലത് നിങ്ങൾക്ക് കിട്ടും. മത്തായി 6:33. സകലവും നല്ല മക്കളെ, ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ മുമ്പിലത്തെ വാക്യമൊക്കെ അങ്ങോട്ട് വായിക്കണം, അപ്പം മനസ്സിലാകും. അതെങ്ങനെയാ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതേ തലതിരിഞ്ഞ. എൻ്റെ പൊന്നമ്മച്ചി, ഈ ഇരുന്ന് പറയുന്ന നേരം കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കഥകളും കുറച്ച് വചനമൊക്കെ പറഞ്ഞു കൊടുത്താലെന്നാ? എനിക്കാണെങ്കിൽ ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. അടുക്കളയിലെ പണിയും എനിക്ക് യൂട്യൂബ് വീഡിയോസും. എനിക്ക് മേലെ അമ്മച്ചി, മടുത്ത്. എനിക്കറിയാം നിന്റെ പണിയൊക്കെ. ആ കുന്ത്രാണ്ടത്തെ കുത്തിയിരിക്കുമല്ലയോ? ആ ബൈബിൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഞാനൊന്ന് നോക്കട്ടെ. ആ കഴിഞ്ഞ ആണ്ടറിയാകം കഴിഞ്ഞ് വന്നപ്പോ മധുരമായി ഇരുന്നോട്ടേന്ന് കരുതി വെച്ചതാ. ആ പിള്ളേരെ അത് മാറ്റി വെക്കാനാ സാധ്യത. അതെങ്ങനെയാ? പുസ്തക വായനയോ പ്രാർത്ഥനയോ ഒന്നും ഈ വീട്ടിലില്ലല്ലോ. ഞാൻ തന്നെ ബൈബിൾ എടുത്തോണ്ട് വരാം. എനിക്കറിയാം എവിടെ ആയിരിക്കുന്നതെന്ന്. നിങ്ങളുടെ വേദപുസ്തകവും കണ്ണാടിയും കൂടെയുണ്ട്. നിങ്ങൾ ഇത് വെച്ച് വായിര്. ഇനി കണ്ണാടി ഇല്ലെന്നും പറഞ്ഞ് വായിക്കാതിരിക്കണ്ട കേട്ടോ. ഇപ്പൊ 23-ാം സങ്കീർത്തനം എടുത്ത് വായിക്കും. നീ എന്നെ അടി അവിടെ ഇരുന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖട്ട് നോക്കി പറ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ, നിങ്ങൾ അങ്ങ് വായിച്ചാട്ടെ. കിട്ടി എന്നാ കിട്ടിയെന്നാ ഈ പറയുന്നേ? ഇടി ആ ആധാർ കാർഡ് കിട്ടിയടി, കാണാതെ പോകാൻ പറഞ്ഞില്ലേ. ഞാൻ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലം ബാക്കിയില്ല. ഇതങ്ങ് നേരത്തെ എടുത്തങ്ങ് വായിക്കാൻ മടിയായിരുന്നു. എന്താ കർത്താവേ. അല്ലേലും നല്ലത് നിങ്ങൾക്ക് തോന്നില്ലല്ലോ. അതെങ്ങനെയാ? ബൈബിള് പൂപ്പല് പിടിച്ചിരുന്നാലും ആരും നോക്കില്ല. രസീതുകൾ വെക്കാനല്ലേ ഇവിടെ ബൈബിൾ ഉപയോഗിക്കുന്നേ. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിലും നമുക്കും ഇതുപോലെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ഈ സ്കിറ്റിലൂടെ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, പ്രാർത്ഥനയുള്ളൊരു ഭവനമായി നമ്മുടെ ഭവനങ്ങൾ മാറട്ടെ. ബൈബിൾ വായനയുള്ള ഭവനങ്ങളായി നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് മാറട്ടെ. പ്രാർത്ഥനയുള്ളിടത്ത് ദൈവകൃപയുണ്ട്, ദൈവകൃപയുള്ളിടത്ത് വിടുതലുകൾ നടക്കും. ഇന്ന് 2025 നമുക്കും പുതിയൊരു തീരുമാനത്തിലേക്കും പ്രതിഷ്ഠയിലേക്കും വരാം. ബൈബിൾ വായന ഒരു നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറട്ടെ. പ്രാർത്ഥന ഒരു ദിനചര്യയായി മാറട്ടെ. പ്രാർത്ഥന പ്രഭാതത്തിൻ്റെ താക്കോലും പ്രദോഷത്തിൻ്റെ ഓടാമ്പലും ആകുന്നു. ഞങ്ങളിവിടെ സവിനയം നിർത്തുന്നു.